പെരുമ്പാവൂർ വല്ലം ഫൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ഒക്ടോബർ 24 മുതൽ 27 വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒക്ടോബർ 14 മുതൽ വിശുദ്ധ കുർബാനയും നൊവേന ജപമാലയും ഉണ്ടായിരിക്കും. തുടർന്ന് 24-ന് തിരുനാൾ കൊടിയേറ്റ് നടക്കുമെന്ന് ഫാദർ പോൾ മാടാശ്ശേരി പറഞ്ഞു. വല്ലം സെന്റ് തെരേസാസ് ഫൊറോന പള്ളിയിലെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ഞങ്ങളുടെ ദേവാലയത്തിൽ ഈ വരുന്ന 24, 25, 26, 27 തീയതികളിൽ ആഘോഷിക്കുകയാണ്. 24-ാം തീയതി വ്യാഴാഴ്ച രാവിലെ തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള കൊടിയേറ്റം നടക്കുന്നു. അതിനുശേഷം 26-ാം തീയതി ശനിയാഴ്ച രാവിലെ കുട്ടികളുടെ ആദ്യ അക്ഷരം കുറിക്കുന്ന ആ കർമ്മം ഇവിടെ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷം നടക്കുന്നു. ശേഷം 27-ാം തീയതി ഉച്ചതിരിഞ്ഞ് ആദ്യ അക്ഷരം 27-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ആവില സ്പർശം എന്ന പേരിൽ പരീക്ഷ ഒരുക്ക ശുശ്രൂഷ നടക്കുന്നു. വിവിധ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാവരും ഒത്തൊരുമിച്ചുകൂടി ദേവാലയത്തിലായിരുന്നു അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണെന്ന്. കാരണം വേദപാരംഗത സഭയുടെ പണ്ഡിത എന്ന നിലയിൽ ബുദ്ധിവൈഭവത്തിൽ അങ്ങ് ഉയർന്നു നിന്നതായ അമ്മ ത്രേസ്യ, ആ അമ്മ ത്രേസ്യ എല്ലാ അധ്യാപകരുടെയും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും സ്വർഗീയ മധ്യസ്ഥയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ നിർവഹിക്കുക. 25-ന് പന്തലിന്റെ വെഞ്ചിരിപ്പും ഓഹരി നെയ്യപ്പം ചുടലും നടക്കും. ഒക്ടോബർ 26-ന് രാവിലെ 9:30-ന് ആഘോഷമായ തിരുനാൾ കുർബാനയും അതിനുശേഷം വിദ്യാരംഭവും നടക്കും. വിദ്യാരംഭത്തിന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ കാർമ്മികനാകും. തിരുനാളിന്റെ പ്രധാന തിരുക്കർമ്മമായ ആദ്യ അക്ഷരം കുറിക്കൽ ഈ വർഷം ഒക്ടോബർ 26-ാം തീയതി 9:30 മണിക്കുള്ള ആഘോഷമായ ദിവ്യബലിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറലായ മോൺസിഞ്ഞോർ ആന്റണി പെരുമായനച്ചൻ്റെ നേതൃത്വത്തിലാണ് ആ കാർമ്മികത്വം ആരംഭിക്കുക. അതിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. വൈകിട്ട് ഇടവകയിൽ നിന്നുള്ള അച്ഛന്മാരുടെ സമൂഹബലി, പ്രദക്ഷിണം, തുടർന്ന് കരിമരുന്ന് പ്രയോഗം എന്നിവയും നടക്കും. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരുപോലെ മധ്യസ്ഥയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പ്രത്യേക മാധ്യസ്ഥത്തിനു വേണ്ടി 27-ാം തീയതി വൈകിട്ട് ആവിലാസ്പർശം എന്ന മഹത്തായ കർമ്മം നിർവഹിക്കപ്പെടുന്നു. കൂടാതെ നെയ്യപ്പം ഓഹരി കഴിക്കുകയാണ് ഇവിടുത്തെ പ്രധാനമായ ചടങ്ങ്. ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് വർണ്ണാഭമായ മുത്തുകുടകളുടെയും നിരവധിയായ പൊൻവെള്ളി കുരിശുകളുടെയും അകമ്പടിയോടുകൂടി 3 മനോഹരമായ പ്രദക്ഷിണങ്ങൾ നടത്തുന്നു. കുരിശും തൂവലും എഴുന്നള്ളി വയ്ക്കുന്ന ചടങ്ങും ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ചടങ്ങാണ്. തിരുനാളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 27-ന് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ആവിലാസ്പർശവും നടത്തും. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ഈ വർഷവും വളരെ ആഘോഷപൂർവ്വവും ആത്മീയ നിറവോടും കൂടി നടത്തുവാൻ വേണ്ടിയുള്ള കമ്മിറ്റികളും അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും അടങ്ങുന്ന ഈ ഒരു ടീം വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് അമ്മയുടെ തിരുനാൾ ഓരോ വർഷവും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരും ഈ പ്രദേശത്തെയും അതേപോലെ പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഓരോ വർഷവും ഈ തിരുനാളിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഒത്തിരി ജനങ്ങൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ട്രാഫിക് പരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുവാൻ ഉള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കുന്നുണ്ട്. അതേപോലെ ഈ പ്രദേശങ്ങളിലെ വാഹനങ്ങൾ ആരും ആ ദിവസങ്ങളിലേക്ക് പുറത്തേക്ക് ഇറക്കാതെ ചെയ്യുന്ന ഒരു മഹനീയമായ കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. അവരെയൊക്കെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും വളരെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അതേപോലെ കൊച്ചച്ഛനെയും ഞങ്ങളുടെ ജനറൽ കൺവീനർ ഡിനോയും അതേമാതിരി കൺവീനേഴ്സായിട്ടുള്ള ഇമ്മാനുവൽ അതേമാതിരി തങ്കച്ചൻ ഇവരെ എല്ലാവരെയും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ
ഈ ഉദ്യമത്തിലേക്ക് അവർക്കൊക്കെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. വികാരി റവറൽ ഫാദർ പോൾ മാടശ്ശേരി, സഹവികാരി റവറൽ ഫാദർ അലൻ കാളിയങ്കര, കൺവീനർമാരായ ഡിനു ഇടപ്പുളവൻ, ഇമാനുവൽ കരോട്ടുപുറം, തങ്കച്ചൻ തെക്കാനം, പബ്ലിസിറ്റി കൺവീനർ ബെഞ്ചമിൻ ഇടപ്പുളവൻ, ട്രസ്റ്റിമാരായ ലിയോപോൾ അപ്പാടൻ, സാബു ചുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അമ്മ ത്രേസ്യയുടെ തിരുനാൾ കഴിഞ്ഞ് 8ാമടം ആഘോഷിക്കുന്നുണ്ട്. 8ാമട തിരുനാൾ നവംബർ 2-3 തീയതികളിലാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാനയും പള്ളി ചുറ്റി പ്രദക്ഷിണവും, അതുപോലെ തന്നെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയും അങ്ങാടി ചുറ്റി പ്രദക്ഷിണവും നടക്കുന്നു. ഈ പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് നമ്മളുടെ കൊടിയിറക്ക് ശുശ്രൂഷ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ സമാപ്തി ആഘോഷിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വന്ന് ഈ തിരുനാളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും, ഞങ്ങളുടെ വൈദികരെയും സന്യാസികളെയും എല്ലാവരെയും ഒരേ മനസ്സോടെ ഞങ്ങളുടെ കമ്മിറ്റി എന്ന രീതിയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. Bobby Chamanur International Jeweler.